പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സുന്ദരമായ ഒരു പ്രഭാതം ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. ഇന്ന് ഏപ്രിൽ മാസം 27-ാം തീയതിയാണ്, തിങ്കളാഴ്ച. ഒരു പുതിയ ആഴ്ചയുടെ ആരംഭമാണ്. എത്ര പെട്ടെന്നാണ് ഏപ്രിൽ മാസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അല്ലേ? 27-ാം തീയതി എത്തി. ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഏപ്രിൽ മാസം ആരംഭിച്ചപ്പോൾ ഏപ്രിൽ മാസം തുടങ്ങി. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ കഴിഞ്ഞു പോയ ദിവസങ്ങളൊന്നും നമ്മൾ ഓർക്കുന്നില്ല. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. പക്ഷെ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവകരങ്ങളിലാണ്. സന്തോഷത്തോടു കൂടി ഇരിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. ഇന്ന് പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. The book of Genesis chapter 3 verse 6. അതിങ്ങനെയാണ് പറയുന്നത്: ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയും എന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഇത് കഴിക്കുന്നതിന് മുമ്പ് സാത്താൻ ഒരുക്കിയ കെണിയാണ്, പിശാചൊരുക്കിയ കെണിയാണ്. അവൻ പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങൾ നന്മതിന്മകളുടെ വൃക്ഷത്തിന് ഫലം പറിച്ചു തിന്നരുത്. പക്ഷേ സാത്താൻ പറഞ്ഞതിനകത്ത് ആ കെണിയിൽ അവൾ വീണു. അവൾ തിന്നുന്നതിന് മുമ്പ് അവൾ പറയുകയാണ്, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യം. എങ്ങനെ അറിഞ്ഞില്ലല്ലോ, പക്ഷേ കേട്ടു. ആരെ? പിശാചിനെ ശ്രവിച്ചു. അവൾ ശ്രവിച്ചു, അതനുസരിച്ചു. ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും. ഇതാണ് പാപത്തിൻ്റെ ഓരോ അവസ്ഥയും. അത് വളരെ സുന്ദരമായിട്ടൊക്കെ നമ്മുടെ കാഴ്ചയിൽ തോന്നും. പക്ഷേ നാം മനസ്സിലാക്കണം, പാപം നമ്മെ കെണിയിൽ വീഴ്ത്തും. പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയും എന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അപ്പോൾ ഈ വചനം പഠിക്കണം, ഈ വചനം മനസ്സിൽ പതിപ്പിക്കണം. So when the woman saw that the tree was good for food and that it was a delight to the eyes and that the tree was to be desired to make one wise, she took off its fruit and ate. She took off its fruit and ate. അവൾ ചിന്തിക്കുകയാണ്, ഇത് നല്ലതാണ്. അങ്ങനെ ചിന്തയിൽ സാത്താൻ്റെ വാക്കുകൾ കേട്ട് ആ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വീഴുന്നത് നാം ശ്രദ്ധിച്ചു വേണം. നമ്മുടെ ഓരോ ചുവടുകളും നാം ശ്രവിക്കേണ്ടത് പിശാചിൻ്റെ വാക്കുകളല്ല, നാം ശ്രവിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ തിന്മയിൽ വീഴാതെ നമ്മുടെ ചുവടുകളെ കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.